3 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തീരെ അപ്രതീക്ഷിതമായി നേരിടേണ്ടുവന്ന പരാജയത്തെ തുടർന്ന് മാറ്റിവച്ച ഇന്ത്യ മുന്നണിയുടെ യോഗം കഴിഞ്ഞ ദിവസം നടന്നു. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുകയാണ്. മാർച്ച് 10-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന് കരുതുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് നടന്നേ മതിയാവും. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യത്തോടുകൂടി, കൂടുതൽ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയാലേ മതിയാവുള്ളൂ. കാരണം മറുഭാഗത്ത് BJP ആണ്. അവരുടെ ധാരാളം പണമുണ്ട്, അവർക്ക് ശക്തനായ നേതാവുണ്ട്, പ്രചരണ സംവിധാനമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, വ്യവസായികളുടെ അകമഴിഞ്ഞ പിന്തുണയുണ്ട്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കമ്മിയാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിൽ ഈ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ, ഘടകകക്ഷികൾ തമ്മിലുള്ള പരസ്പര ധാരണ വളരെ പ്രധാനമാണ്. മാത്രമല്ല, വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ആരാണ് ഈ പ്രതിപക്ഷ മുന്നണിയെ നയിക്കുന്നത് അല്ലെങ്കിൽ നയിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു ബോധ്യം ഉണ്ടാകണം. ഇന്ന ആളാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറയാൻ കഴിയണം. അല്ലെങ്കിൽ അതിന് പല ഡിസഡ്വാൻറ്റേജസും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ്സിന് അങ്ങനെ ഒരു വലിയ പരാധീനത സംഭവിച്ചു. ഇപ്പോൾ പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയാകാൻ തയ്യാറുള്ള നേതാക്കന്മാർക്ക് യാതൊരു ക്ഷാമവുമില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ വിശ്വാസം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിചാരം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ എല്ലാം കൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരാൾ ഇന്ത്യ രാജ്യത്തുണ്ടെങ്കിൽ അത് നിതീഷ് കുമാറാണ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സൗകര്യമുണ്ട്. ബീഹാറിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയാവുന്ന, ഇപ്പോൾ പ്രതിപക്ഷമല്ല ഭരണകക്ഷിയാണ്, ഭരണകക്ഷി നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ, അദ്ദേഹത്തിൻ്റെ മകൻ തേജസ്വി യാദവിൻ്റെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ നിതീഷ് കുമാർ ഏതായാലും കളത്തിലുണ്ട്. മമതാ ബാനർജി പുറത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ആയമ്മയുടെ മനസ്സിലും ഒരു പ്രധാനമന്ത്രി കസേരയുണ്ട്. പിന്നെ ശരത് പവാറിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. ഇപ്പോൾ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ചിരകാല അഭിലാഷം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുക എന്നുള്ളത് തന്നെയാണ്. നിർബന്ധിച്ചാൽ സ്റ്റാലിനും പ്രധാനമന്ത്രിയാകാൻ കൂട്ടാക്കും. പുള്ളിക്ക് നിർബന്ധമില്ല, നമ്മളെല്ലാം കൂടി നിർബന്ധിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ഥാനമോഹികൾ ആ പാർട്ടിയുടെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ആരായിരിക്കണം നേതാവ് എന്ന വിഷയം ഉയർന്നു വന്നത്. മമതാ ബാനർജി വളരെ കൗശലപൂർവ്വം സ്വന്തം പേര് പറയുന്നതിന് പകരം മല്ലികാർജ്ജുൻ ഖാർഗെയെ മുൻനിർത്തി നമുക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇത് വലിയ പ്രശ്നം ഉണ്ടാകും എന്നുള്ള കാര്യം മമതാജിക്ക് അറിയാം. അത് അറിയാതെ പറഞ്ഞൊന്നുമല്ല, ശുദ്ധഗതി കൊണ്ട് പറഞ്ഞതല്ല. അവരത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ അതിനെ പിന്തുണച്ചു. ഇവർ രണ്ടുപേരും പറഞ്ഞ കാര്യം, ഖാർഗെ രാജ്യത്തെ ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന ആൾ, ഇപ്പോൾ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ആളാണ്. അദ്ദേഹം പട്ടിക സമുദായക്കാരനാണ്. ഈ പട്ടിക വിഭാഗത്തിൽ നിന്ന് ഇതുവരെ ഒരാൾ പ്രധാനമന്ത്രിയായിട്ടില്ല. BJPക്കാർ പട്ടിക ജാതിക്കാരനെയും പിന്നീട് പട്ടിക വർഗ്ഗക്കാരിയെയും രാഷ്ട്രപതിമാരാക്കി. അത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന രീതിയിൽ നെഞ്ചും പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ ഒന്ന് താഴ്ത്തി കെട്ടാനായിട്ട് ഇതാ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഞങ്ങൾ ഒരു പട്ടിക വിഭാഗക്കാരനെ കൊണ്ടുവരും എന്ന് പറയാം. പിന്നെ മാത്രമല്ല, ഇദ്ദേഹം കർണാടക സംസ്ഥാനക്കാരനാണ്, തെക്കേ ഇന്ത്യക്കാരൻ. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കും. ഇതാണ് ഇവരുടെ പുറമേക്ക് പറഞ്ഞ കാരണം. പക്ഷേ രണ്ടുപേരുടെ ഉദ്ദേശം മറ്റതാണ്. ഏത്? രണ്ട് തരത്തിലാണ്. ഒന്ന്, നിതീഷ് കുമാറിനെ മാറ്റി നിർത്തുക, അയാളുടെ ഗിൽട്ട് കളയുക. രണ്ട്, കോൺഗ്രസിനകത്ത് തന്നെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ നെഹ്റു ഗാന്ധി കുടുംബത്തിൽ നിന്ന് മറ്റാരെങ്കിലുമോ ഇങ്ങനെ ഒരു ക്ലെയിമായിട്ട് വരാതിരിക്കുക. അങ്ങനെ നെഹ്റു ഗാന്ധി കുടുംബത്തെ ഏതാണ്ട് നരസിംഹറാവുവിൻ്റെ ഭരണകാലത്തെ പോലെ താഴ്ത്തി കെട്ടുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. അപ്പോൾ തന്നെ നിതീഷ് കുമാർ മുഖം വീർപ്പിച്ചു. ലാലു പ്രസാദും നിതീഷ് കുമാറും യോഗം തീർക്കുമ്പോൾ ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞത്. മുന്നണിക്കകത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്. മമതാ ബാനർജി ഉണ്ടാക്കുന്ന ഇന്ത്യ സഖ്യത്തിൽ CPMനെ ചേർക്കാൻ പറ്റുകയില്ല, ബംഗാളിൽ ഒരു വിധത്തിലും അവരെ അക്കോമഡേറ്റ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഇനിയിപ്പോൾ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നും കൂടി ആലോചിച്ച് നോക്കുക. പണ്ട് ഇതുപോലെ ജഗജീവൻ റാമിനെ ജനതാ പാർട്ടിക്കാർ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തതാണ്. അതിൻ്റെ പരിണതഫലം ഭയങ്കരമായിരുന്നു. ജനതാ പാർട്ടി തുന്നം പാടി. ജഗജീവൻ റാമിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടല്ല തോറ്റത്. തോൽക്കാൻ വേറെ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു പട്ടികജാതിക്കാരനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ഈ ജാതി വ്യവസ്ഥ വളരെ രൂക്ഷമായി ഇപ്പോഴും നിലനിൽക്കുന്ന ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങൾ തയ്യാറായിരുന്നില്ല. അതായിരുന്നു ജനതാ പാർട്ടിയുടെ പരാജയത്തിൻ്റെ പല കാരണങ്ങളിൽ ഒരു കാരണം. മാത്രവുമല്ല, ഈ ഇന്ത്യ മുന്നണിക്കകത്ത് വേറെ വലിയ പ്രശ്നം കൂടിയിട്ട് അതിൽ വലിയൊരു വിഭാഗം OBC വിഭാഗത്തിൽപ്പെട്ട പാർട്ടികളാണ്. അതിൽ നമ്മുടെ ലാലു പ്രസാദിൻ്റെ പാർട്ടിയുണ്ട്, നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുണ്ട്, പിന്നെ സമാജ്വാദി പാർട്ടിയുണ്ട്, മുലായം സിംഗിൻ്റെ മകൻ നടത്തിക്കൊണ്ടു പോകുന്നത്.
അവരെ സംബന്ധിച്ചിടത്തോളം പട്ടിക സമുദായക്കാരും ഈ OBC തമ്മിൽ ഒരു കാരണവശാലും യോജിക്കുകയില്ല, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചു. അപ്പോൾ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയില്ല, അവർ എതിർ പാർട്ടിക്ക് വോട്ട് ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനൊരു വലിയ അപകടം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ മമതാ ബാനർജി ഇങ്ങനൊരു പ്രപ്പോസൽ മുമ്പോട്ട് വെച്ചത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും ഖാർഗെ ഭാഗ്യമുള്ള ആളാണ്, അത് നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അശോക് ഗെഹ്ലോട്ടിൻ്റെ പുറകെ നടന്ന് പറഞ്ഞിട്ടും അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ശശി തരൂരിനെ പോലെ യോഗ്യനായ ഒരാളുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ മേൽ വിശ്വാസം അർപ്പിക്കാൻ നെഹ്റു ഗാന്ധി കുടുംബക്കാർക്കോ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ സാധിച്ചില്ല. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് AICC പ്രസിഡന്റ് സ്ഥാനം കൈവന്ന ആളാണ് മല്ലികാർജ്ജുൻ ഖാർഗെ. ആര് കണ്ടു? ഈ പ്രധാനമന്ത്രി സ്ഥാനവും കറങ്ങി തിരിഞ്ഞ് അദ്ദേഹത്തിലേക്ക് തന്നെ എത്തുകയില്ല എന്നുള്ള കാര്യം. ഈ അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാൻ പണ്ടേതോ കാലത്ത് വായിച്ചതാണ്. ഒരു ഭാഗ്യവാനെ നിങ്ങൾ കടലിലേക്ക് എറിഞ്ഞു നോക്കും, അയാൾ ചുണ്ടിൽ ഒരു മത്സ്യവുമായിട്ട് തിരിച്ചു കയറി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.